കോവിഡ് വ്യാപനത്താൽ മിക്കവരും വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ ഗുരുവായൂർ സ്വദേശി ചന്ദ്രന് വീട്ടിടവും സാധ്യതകളുടെ ലോകമായിരുന്നു. ബാല്യകാലത്ത് തുടക്കമിട്ട കലാപഠനം വീണ്ടും പൊടിതട്ടിയെടുത്ത് ഓട്ടൻതുള്ളലിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് ഈ 67കാരൻ. വയസ്സിലാണ് പ്രായം തളർത്താത്ത മനസ്സുമായി ചന്ദ്രൻ ഓട്ടൻതുള്ളൽ പഠിക്കാൻ തീരുമാനിച്ചത്. 2.5 വർഷത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണ സൗഗന്ധികം കഥ അവതരിപ്പിച്ചായിരുന്നു ചന്ദ്രന്റെ അരങ്ങേറ്റം. എല്ലാം പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒന്നിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു 5 എണ്ണം കഴിഞ്ഞു. ചെണ്ടയിൽ നിന്നാണ് തുടങ്ങിയത് ആദ്യം. ചെണ്ട, ഉടുക്ക്, മൃദംഗം, ഫ്ലൂട്ട്, മോർസിങ്, ഈ 5 എണ്ണം ഞാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഓട്ടംതുള്ളൽ പഠിക്കാനത് ആഗ്രഹം പഠിച്ചപ്പോൾ ഓട്ടംതുള്ളലും പഠിച്ചു. കേരള സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയിൽ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത്. പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ പഠന സമയത്ത് നേരിട്ടെങ്കിലും പാഠഭാഗങ്ങൾ കൃത്യതയോടെ എഴുതിയെടുത്ത് മികച്ച പഠിതാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് ചന്ദ്രന്റെ പരിശീലകയായ കലാമണ്ഡലം ശരണ്യ സുബ്രഹ്മണ്യന്റെ വാക്കുകൾ. ചന്ദ്രേട്ടൻ എല്ലാ ടീച്ചേഴ്സിന്റെയും ഡ്രീം സ്റ്റുഡന്റ് ആണ്. നമ്മള് ഒരു കാര്യം പഠിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പഠിച്ചു വന്ന് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചില മെയ് വഴക്കങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളായിട്ട് വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെച്ച് പിറ്റത്തെ ക്ലാസ്സിൽ വരുമ്പോൾ അത് വളരെ വൃത്തിക്ക് കൃത്യമായിട്ട് ചെയ്തു വരാൻ എഫേർട്ട് ഇടുന്നവരാണ്. കോവിഡ് വ്യാപനത്താൽ മിക്കവരും വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ ഗുരുവായൂർ സ്വദേശി ചന്ദ്രന് വീട്ടിടവും സാധ്യതകളുടെ ലോകമായിരുന്നു. അസുരവാദ്യമായ ചെണ്ടയിലൂടെ അരങ്ങേറ്റം കുറിച്ച് മൃദംഗം, ഉടുക്ക്, മുഖർശംഖ്, ഓടക്കുഴൽ എന്നീ വാദ്യോപകരണങ്ങളിൽ വൈദഗ്ധ്യം തെളിയിച്ചു. സാഹിത്യരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ചന്ദ്രന്റെ തൂലികയിൽ 2 നോവലുകളും ഒരു കവിതയും ഒരു നാടകവുമാണ് ഈ കാലയളവിൽ പിറന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.